നമസ്കാരം, ഞാൻ ഡോക്ടർ അനിൽ. പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിലൊരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ജോബ് ഇൻഫർമേഷനാണ്. കേരള ഹൈക്കോടതിയിലെ ഗാർഡർമാരുടെ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 5 ഒഴിവുകളാണുള്ളത്. ഇതിലേക്കുള്ള ഡീറ്റെയിൽസ് ഒക്കെ അവരുടെ വെബ് പോർട്ടലായ www.kerala.hck.recruitment.keralacourts.in എന്ന സൈറ്റിൽ ലഭ്യമാണ്. ഈ സൈറ്റ് വഴി തന്നെ വേണം നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷിക്കാനായിട്ടുള്ളത്. പോസ്റ്റിൻ്റെ പേര് ഗാർഡൻ എന്നുള്ളതാണ്. അപ്പോൾ ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഞാൻ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതേപോലെ എലിജിബിൾ കൂട്ടുകാർക്കൂടെ ഷെയർ കൊടുത്താൽ അവർക്കും അപ്ലൈ ചെയ്യാൻ അവസരം ലഭിക്കും. നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം. കേരള ഹൈക്കോടതിയിലാണ് ഈ വേക്കൻസി വന്നിരിക്കുന്നത്. 5 സ്ഥിരം ഒഴിവുകളാണുള്ളത്. ശമ്പള സ്കെയിലുള്ള ജോലിയായിരിക്കും. പോസ്റ്റിൻ്റെ പേര് ഗാർഡൻ എന്നുള്ളതാണ്. ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പർ 15/2026 എന്നുള്ളതാണ്. ശമ്പള സ്കെയിൽ പറഞ്ഞിട്ട് 23,700 മുതൽ 52,600 എന്ന സ്കെയിലായിരിക്കും ശമ്പളം ലഭിക്കുക. ആകെ 5 ഒഴിവുകളാണ് ഉള്ളത്. പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 18 വയസ്സ് 40 വയസ്സിനും ഇടയിലുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയും. അതായത് 2/1/1986 1/1/2008 ഇടയിൽ ജനിച്ചവരായിരിക്കണം. SC/ST-കാർക്ക് 5 വർഷവും OBC-കാർക്ക് 3 വർഷവും ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ കാഴ്ചശക്തി കുറവുള്ളവർക്ക്, അതുപോലെ ഡീഫായിട്ടുള്ളവർക്ക്, കേൾവിശക്തി ഇല്ലാത്ത, സംസാരശേഷി ഇല്ലാത്തവർക്കും ഒക്കെ 15 വർഷം വരെ ഉയർന്ന പ്രായപരിധി ഇളവ് ലഭിക്കും എന്നും പറഞ്ഞിട്ടുണ്ട്. യോഗ്യത പറഞ്ഞിട്ടുള്ള 10ാം ക്ലാസ്സാണ് അടിസ്ഥാന യോഗ്യത. അതോടൊപ്പം ഡിപ്ലോമ ഇൻ ഗാർഡനായിട്ടുള്ള ഡിപ്ലോമ വേണം. അല്ലെങ്കിൽ VHSC വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ നഴ്സറി മാനേജ്മെൻറ്റ് ആൻഡ് ഓർണമെൻ്റൽ ഗാർഡനിങ് എന്നുള്ള ട്രേഡ് കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനും, അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചർ പ്ലാന്റ് പ്രൊട്ടക്ഷൻ എന്നുള്ള കോഴ്സ് കഴിഞ്ഞവർക്കോ, അല്ലെങ്കിൽ VHSC അഗ്രികൾച്ചർ മാത്രമുള്ളവർക്കും അപേക്ഷിക്കാൻ കഴിയും. അതേപോലെ നല്ല ആരോഗ്യസ്ഥിതി ഉണ്ടായിരിക്കണം എന്നുണ്ട്. ഗുഡ് ഫിസിക് എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കുള്ള പറഞ്ഞിരിക്കുന്ന ക്വാളിഫിക്കേഷൻസ് ഉള്ളവർ മാത്രം അപേക്ഷിച്ചാൽ മതി. എന്നാൽ റിസൾട്ട് അവൈറ്റ് ചെയ്യുന്നവരൊന്നും എലിജിബിൾ അല്ല എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷന് ഇൻ്റർവ്യൂ മാത്രമാകാം. കൂടുതൽ ആപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിട്ടേൺ ടെസ്റ്റും ഇൻ്റർവ്യൂവും ഉണ്ടാകാം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇനി ഇൻ്റർവ്യൂവും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ 100 മാർക്കിന് റിട്ടേൺ ടെസ്റ്റും 10 മാർക്കിനായിരിക്കും ഇൻ്റർവ്യൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. അപേക്ഷാ ഫീസ് ഉണ്ട്. 600 രൂപയാണ് അപേക്ഷാ ഫീസ്. SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും ഫീസില്ല. ബാക്കി എല്ലാവർക്കും 600 രൂപ ഫീസായിട്ട് നൽകണം. ഓൺലൈനായിട്ട് നമുക്ക് ഫീസ് അടയ്ക്കാനായിട്ട് പറ്റും. റിട്ടേൺ ടെസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എറണാകുളത്ത് മാത്രമേ സെൻറ്റർ ഉണ്ടായിരിക്കുള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ആപ്ലിക്കേഷന് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നമ്മളൊരു 1 ടൈം രജിസ്ട്രേഷൻ അവരുടെ പോർട്ടലിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. 1 ടൈം രജിസ്ട്രേഷൻ ലോഗിൻ എന്നുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് ഡീറ്റെയിൽസ് കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞതേ www.hck.recruitment.keralacourts.in എന്നുള്ള സൈറ്റിൽ തന്നെ വേണം ഈ 1 ടൈം രജിസ്ട്രേഷൻ ചെയ്യാവുന്ന കാര്യം ഓർമ്മിക്കുക. പ്രധാനപ്പെട്ട തീയതിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിലേക്ക് 2026 ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 26 വരെ അപേക്ഷിക്കാനായിട്ട് കഴിയും. ഫീസ് അടയ്ക്കാനായിട്ട് സെപ്റ്റംബർ 30 മുതൽ ഒക്ടോബർ 7 വരെ സമയമുണ്ടെന്ന കാര്യം ഓർമ്മിക്കുക. സംശയം ഉണ്ടെങ്കിൽ നമ്മുടെ അവിടെ ഫോൺ നമ്പർ കൊടുത്തിട്ട് ഓഫീസ് ടൈമിൽ വിളിക്കാവൂ. 0484256223 എന്ന നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഓഫീസ് ടൈമിൽ, അത് റിക്രൂട്ട്മെൻറ്റ് ആൻഡ് എക്സാം സെല്ലാണ്. എന്തായാലും ഈ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ട സംശയമൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ക്ലിയർ ചെയ്യാൻ പറ്റും എന്ന കാര്യം കൂടി ഓർമ്മിക്കുക. ഇത്രയും കാര്യങ്ങൾ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ള ഇത്രയും വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഇനിയും ഇതുപോലെ ഇൻഫർമേഷൻസ് ഒക്കെ ലഭിക്കാൻ നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവർക്കും കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. താങ്ക് യു.